പണിമുടക്കിന്റെ രണ്ടാം ദിവസം കടകൾ തുറന്ന കൊച്ചിയിലെ വ്യാപാരികൾ. ബ്രോഡ്വേയിൽ പകുതിയിലധികം കടകളും തുറന്നു. പാലാരിവട്ടത്ത് 2 കടകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. ഞാറക്കലിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ കളക്ഷൻ ഏജന്റിന് മർദ്ദനമേറ്റു. പണിമുടക്കിന്റെ ആദ്യ ദിവസം കടയടപ്പുമായി സഹകരിച്ച കൊച്ചിയിലെ വ്യാപാരികൾ രണ്ടാം ദിവസം അതിന് തയ്യാറായില്ല. രാവിലെ മുതൽ പച്ചക്കറി മാർക്കറ്റ് സജീവമായി. 10 മണിയോടെ മറ്റു കടകളും കൂട്ടത്തോടെ തുറന്നു. വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ രീതിയിലുള്ള അക്രമം. ശരിക്കും ഇതിന് അക്രമം എന്ന് തന്നെ പറയണം. കാരണം സമരം ചെയ്ത് മുൻഗാമികൾ കാര്യങ്ങൾ നേടിയെടുത്തവർ സമരം ചെയ്തിട്ടാണ്, അടച്ചിടിപ്പിച്ചിട്ടല്ല. ഇന്നലെ മുടക്കി, ഇന്നെന്താണെങ്കിലും തുറക്കാന്ന് വെച്ചു. കാരണം നമ്മുടെ സവാളയൊക്കെയാണ്, അതൊക്കെ വെറുതെ വേസ്റ്റായി പോവും, ഡാമേജ് വരും, ബുദ്ധിമുട്ടാണ്. വേറെ അവരോടുള്ള വൈരാഗ്യമൊന്നും നമുക്കില്ല. പാലാരിവട്ടത്ത് രാവിലെ 2 ഹോട്ടലുകളാണ് സമരാനുകൂലികൾ അടപ്പിച്ചത്. പോലീസ് സ്റ്റേഷന്റെ 100 മീറ്റർ പരിസരത്താണ് ഈ ഹോട്ടലുകൾ പ്രവർത്തിച്ചിരുന്നത്. കൊച്ചി BPCLലെ ജീവനക്കാരെ ഇന്നും സമരാനുകൂലികൾ തടഞ്ഞു. കൊച്ചി സ്പെഷ്യൽ എക്കണോമിക് സോണിലെത്തിയ ജീവനക്കാരെ സമരക്കാർ തിരിച്ചയച്ചു. ഞാറക്കലിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റിന് മർദ്ദനമേറ്റു. കൊച്ചി RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ജോലിക്ക് ഹാജരായി. ബൈക്കുകളും കാറുകളുമായി റോഡുകൾ സജീവമായിരുന്നു. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഓട്ടോകൾ സർവീസ് നടത്തി. കൊച്ചി മെട്രോയും സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. എന്നാൽ KSRTC ബസ് ഇന്നും സർവീസ് നടത്തിയില്ല. ന്യൂസ് 18 കൊച്ചി.